ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1994 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സൈകിയ കമ്മിറ്റിയുടെ ശുപാർശകൾ ഏതു ഭരണഘടനാ ഭേദഗതിക്കാണ് കാരണമായത്? ആൻസർ 86-ാം ഭേദഗതിക്ക്. ആൻസർ 86-ാം ഭേദഗതി. 2. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ ഏതാണ്? ആൻസർ നാഗാലാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത സംസ്ഥാന നിയമസഭ നാഗാലാൻഡാണ്. 3. രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തെ രോഗം ഏതാണ്? രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തെ രോഗം ഏതാണ്? ആൻസർ ഗൗട്ട്. ആൻസർ ഗൗട്ട്. 4. ക്വസ്റ്റ്യൻ നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ സിക്കിം, ടിബറ്റ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് സിക്കിമും ടിബറ്റും. 5. താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിന് ഉദാഹരണം ഏതാണ്? ഡീസൽ, ആവണക്കെണ്ണ, ഭക്ഷ്യ എണ്ണ, പെട്രോൾ. ആൻസർ ആവണക്കെണ്ണ. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതാണ് ആവണക്കെണ്ണ. 6. ട്രിബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? ആൻസർ 42-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ 42-ാം ഭരണഘടനാ ഭേദഗതി. 7. ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ 1992 71-ാം ഭേദഗതിയുമായി ബന്ധമില്ലാത്ത ഭാഷ ഏതാണ്? ഒഡിയ, കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. ആൻസർ ഒഡിയ ആണ്. ആൻസർ ഒഡിയ. 8. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമായി കരുതപ്പെടുന്നത് ഏതാണ്? അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമായി കരുതപ്പെടുന്നത് ആൻസർ ജലഗതാഗതം. ആൻസർ ജലഗതാഗതമാണ്. 9. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ മങ്കട കൃഷ്ണരാജവർമ്മ. ആൻസർ മങ്കട കൃഷ്ണരാജവർമ്മ. 10. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? ആൻസർ സ്ഥിത വൈദ്യുത ബലം. ആൻസർ സ്ഥിത വൈദ്യുത ബലം. 11. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. ആൻസർ 1953. 12. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഉത്സവം ഏതാണ്? യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഉത്സവം ഏതാണ്? ആൻസർ ദുർഗാ പൂജ. ആൻസർ ദുർഗാ പൂജ. 13. കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? ആൻസർ മേച്ചിൽ പുല്ല് സമരം. കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മേച്ചിൽ പുല്ല് സമരം. 14. കേരളത്തിൽ സാർവത്രികവും നിയമവിധേയവുമായ റേഷനിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1965 ജൂലൈ മാസം. ആൻസർ 1965 ജൂലൈ മാസം. 15. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെയാണ്? ആൻസർ കൊച്ചി. ആൻസർ കൊച്ചിയിൽ.
16 താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കറക്റ്റാണ്. ഹിരാക്കുഡ് പദ്ധതി മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17 ആറ്റോമിക ആരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റോമിക ആരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ആറ്റത്തിൻ്റെ വലുപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറ്റോമിക ആരം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ആറ്റത്തിൻ്റെ വലുപ്പം. 18 ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരാണ്? ആൻസർ BN റാവു. ആൻസർ BN റാവു. 19 വിവരാവകാശ നിയമം പാസായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. വിവരാവകാശ നിയമം പാസായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. 20 ചുവടെ പറയുന്നവയിൽ ഏത് സ്ഥാപനത്തിലാണ് സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത്? ആൻസർ കേരള കലാമണ്ഡലത്തിൽ. സൗത്ത് ഇന്ത്യൻ രംഗകലാ മ്യൂസിയം ഉള്ളത് കേരള കലാമണ്ഡലത്തിലാണ്. 21 പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി കണക്കാക്കുന്ന പ്രായപരിധി. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി കണക്കാക്കുന്ന പ്രായപരിധി എത്രയാണ്? ആൻസർ 18 വയസ്സ്. ആൻസർ 18 വയസ്സ്. 22 കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു? കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. ആൻസർ ജവഹർലാൽ നെഹ്റു. 23 ലോക റേഡിയോ ദിനം എന്നാണ്? ലോക റേഡിയോ ദിനം എന്നാണ് ആചരിക്കുന്നത്? ആൻസർ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം ആചരിക്കുന്നത്. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. 24 വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര. 25 ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് മെറ്റ്ഫോർമിൻ? ആൻസർ പ്രമേഹം. ആൻസർ പ്രമേഹം. 26 ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല ഏത്? ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ല ഏതാണ്? ആൻസർ തൃശ്ശൂർ ജില്ല. ആറാട്ടുപുഴ പൂരം അരങ്ങേറുന്ന ജില്ലയാണ് തൃശ്ശൂർ. 27 പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ആൻസർ ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. 28 മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം ഏതാണ്? ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. 29 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1988 സെപ്റ്റംബർ. ആൻസർ 1988 സെപ്റ്റംബർ. 30 ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏതാണ്? ആൻസർ കലാം സാറ്റ് V2. ആൻസർ കലാം സാറ്റ് V2.
31. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം ഏതാണ്? ആൻസർ 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷമാണ് 1941. 32. കർമ്മയോഗി ആരുടെ ജീവിത ചരിത്രമാണ്? കർമ്മയോഗി ആരുടെ ജീവചരിത്രമാണ്? ആൻസർ ഇ ശ്രീധരൻ. കർമ്മയോഗി ആരുടെ ജീവചരിത്രമാണ്? ആൻസർ ഇ ശ്രീധരൻ. 33. സുരക്ഷായനം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? സുരക്ഷായനം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ആൻസർ ദുരന്ത നിവാരണ അതോറിറ്റി. ആൻസർ ദുരന്ത നിവാരണ അതോറിറ്റി. 34. രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ ബ്രിട്ടനിൽ നിന്ന്. ആൻസർ ബ്രിട്ടനിൽ നിന്ന്. 35. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ അറിയപ്പെടുന്ന പേര്? ആൻസർ സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് സംവഹന വൃഷ്ടി. 36. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആൻസർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 37. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന സാംക്രമിക രോഗം ഏതാണ്? ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്ന സാംക്രമിക രോഗം ഏതാണ്? ആൻസർ എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. 38. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ പടയണി. 39. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ആൻസർ ഊട്ടി. ആൻസർ ഊട്ടി. 40. ഏത് ജീവിതശൈലീ രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ആൻസർ പൊണ്ണത്തടി. ആൻസർ പൊണ്ണത്തടി.